ഹലോ നമസ്കാരം. കഴിഞ്ഞ ആഴ്ച സിൻഡ എന്നെ വിളിച്ചിട്ട് മോളുടെ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ കേക്കിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി കേട്ട ഉടനെ. ഇന്ന് വരെ ഞാൻ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒരു കേക്കിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പേരൻസ് കുഞ്ഞിനോട് കേക്കിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പം, അതായത് കേക്കിൽ എന്തൊക്കെ വേണം ചോദിച്ചപ്പോഴത്തേക്ക് മോള് പറഞ്ഞത് ഐസ്ക്രീം വേണം, സ്ട്രോബെറി വേണം, കിവി വേണം, ബട്ടർ ബൺ എന്ന് വെച്ചാൽ നമ്മുടെ ക്രീം ബൺ അത് വേണം, പിന്നെ മാക്കറോൺസ് വേണം, ടൊമാറ്റോ വേണം, ക്യാബേജ് വേണം. ഇത് എന്നോട് പറയുമ്പോൾ ഞാനിത് എങ്ങനെ എവിടെ നിന്ന് എന്ത് എന്നൊക്കെയുള്ള തോന്നലാണ് മനസ്സിലാദ്യം ഓടി വന്നേട്ടോ. അപ്പോൾ സിൻഡ പറഞ്ഞു, ദീപ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ തന്നെ ഞാൻ റെഫറൻസ് ആയിട്ട് അയക്കാം, അതുമാതിരി മതി. അതിനകത്ത് ടോപ്പിംഗ് ആയിട്ട് വാനില ക്രീമാണ്, അതിൽ ഇങ്ങനെ ഇടവിട്ട് സ്ട്രോബെറി കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ക്രൗഡഡ് അല്ലാതെ സ്ട്രോബെറി വെച്ചിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഓഫ് വൈറ്റിൽ സ്ട്രോബെറി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ മതി. ബാക്കിയെല്ലാം ജസ്റ്റ് പേരിന് വെച്ചാൽ മതി, കൂടുതൽ സ്ട്രെസ്സൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ക്യാബേജും ടൊമാറ്റോയും സിൻഡ അറേഞ്ച് ചെയ്യൂ, ബാക്കി ഞാൻ നോക്കട്ടെ എന്ന്. സമയമില്ലാത്തതുകൊണ്ട് മാക്രോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അപ്ലൈ തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു. വേറെ ചില കേക്കിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്ക് സിൻഡ അയച്ചു തന്നിരുന്നു. അപ്പം അതിനകത്ത് ഈ ഐസ്ക്രീം പ്ലേസ് ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു മനസ്സിലൊരു ഐഡിയ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബെറ്റർ ഐഡിയ കിട്ടി, ഇതിനോട് ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിലുള്ളത്. നമ്മുടെ ഈ കോണിൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രോസ്റ്റിംഗ് സെയിം കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ലുക്കായല്ലോ. എന്നിട്ട് അതിൻ്റെ മേലെ സ്ട്രോബെറി പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ഒരു കംപ്ലീറ്റ്നെസ് വന്നു. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സിൻഡ പറഞ്ഞ മാതിരി സ്ട്രോബെറി ഹൈലൈറ്റ് ചെയ്ത് കാണുകയും ചെയ്യും. അപ്പം അങ്ങനെ അത് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലേസ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഈ വർക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ചിലത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൾബ് കത്തുമല്ലോ, അങ്ങനെ ഒരു സംഭവം. അല്ലെങ്കിൽ വേറെ രീതിയിലൊരു പ്ലേസ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും ഭംഗി ചിലപ്പം ഈ കേക്കിന് ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞ മാതിരി ചെയ്തു. വെജിറ്റബിൾസൊക്കെ പിന്നെ സിൻഡയാണ് അറേഞ്ച് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആദ്യത്തെ ഞെട്ടലും പരിപാടിയൊക്കെ മാറി കുറേയധികം ടെൻഷനൊക്കെ ആയിരുന്നെങ്കിലും എല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എന്തൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എന്നറിയോ. ഇൻസൈഡ് നമ്മൾ ടെൻഡർ കോക്കനട്ടാണ് ഫില്ലിംഗ് ആയി കൊടുത്തത്. മേലെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വനില ക്രീം ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റേറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ അപ്രിസിയേഷൻ വന്നു കേട്ടോ. ശരിക്കും അത്രയും മനസ്സ് നിറഞ്ഞൊരു വർക്കായിരുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും പോകുന്നത് സിൻഡയ്ക്കും മോൾക്കുമാണ്. നമ്മളെടുത്ത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ നമ്മളും അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുകയുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ഈ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുകയുള്ളൂ. ആൻഡ് ഫൈനലി നല്ലൊരു ഫീഡ്ബാക്കും കൂടെ വന്നപ്പോഴത്തേക്കും എല്ലാം സുഖം സ്വസ്ഥം.